ഹായ് എവ്രി വൺ, വെൽക്കം ടു സിയൻ സ്കോളേഴ്സ്. ഇന്ന് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നീ എക്സാമുകളിലെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും അവയുടെ എക്സ്പ്ലനേഷൻസും നോക്കാം. ഇതിൻ്റെ പാർട്ട് 1 ആൻഡ് 2 താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർഡിലും കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദി ടെക്നിക് ഓഫ് അപ്ലൈയിങ് വൺ ഫാബ്രിക് ടു അനദർ ഇൻ എ ഡെക്കറേറ്റീവ് മാനർ? ഓപ്ഷൻ എ cut work, option B applique work, option C shadow work, option D thread work. ഇവിടെ ഒരു ഫാബ്രിക്കിന് മുകളിൽ മറ്റൊരു ഫാബ്രിക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന ടെക്നിക് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ കട്ട് വർക്ക് എന്നാൽ ഡിസൈനുകൾ റണ്ണിംഗ് സ്റ്റിച്ചും ബട്ടൺ ഹോൾ സ്റ്റിച്ചും ഉപയോഗിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം ഇടയിലുള്ള ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞ് ഭംഗിയാക്കുന്നതിനെ പറയുന്നതാണ്. ഈ ഡിസൈൻ ലേസ് പോലെ കാണപ്പെടുന്നു. കട്ട് വർക്കിൻ്റെ ഒറിജിൻ ഇറ്റലിയാണ്. ഓപ്ഷൻ ബി അപ്ലിക് വർക്ക് എന്നാൽ ഒരു തുണിക്കഷ്ണം ഡിസൈനിന് അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് മറ്റൊരു തുണിയിൽ വെച്ച് തയ്ച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ പറയുന്നു. അതായത് ഒരു ഫാബ്രിക് മറ്റൊരു ഫാബ്രിക്കിന് മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ പറയുന്നു. അപ്ലിക് വർക്ക് ഉപയോഗിച്ച് വലിയ ഡിസൈനുകൾ തയ്ക്കാവുന്നതാണ്. ഓപ്ഷൻ സി ഷാഡോ വർക്ക് എന്നാൽ വോയിൽ, ഓർഗണ്ടി തുടങ്ങിയ കനം കുറഞ്ഞ തുണികളിൽ തയ്ക്കുന്ന തയ്യലാണ്. തുണിയുടെ റോങ് സൈഡിൽ മറുവശത്താണ് ഡിസൈനിൻ്റെ കൂടുതൽ ഭാഗവും തയ്ക്കുന്നത്. ഈ തയ്യൽ തുണിയുടെ റൈറ്റ് സൈഡിൽ നല്ല വശത്ത് ഒരു ഷാഡോ, നിഴൽ പോലെ കാണുന്നു. ഓപ്ഷൻ ഡി ത്രെഡ് വർക്ക് എന്നാൽ നൂലുകൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നതിനെ പറയുന്നതാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി അപ്ലിക് വർക്ക്. അടുത്ത ചോദ്യം: നെയിം the decorative method of joining two finished edges. Option A applique work, option B cut work, option C mirror work, option D fagoting. പൂർത്തീകരിച്ച വക്കുകളെ യോജിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡെക്കറേറ്റീവ് മെത്തേഡ് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ സി മിറർ വർക്ക് എന്നാൽ വസ്ത്രങ്ങളിൽ മിററിനെ ഫ്രെയിം വർക്കിലൂടെ ഉറപ്പിച്ചു നിർത്തുന്നതിനെ പറയുന്നതാണ്. ചെറിയ ഗ്ലാസിനെ ഹിന്ദിയിൽ ഷിഷ എന്നാണ് പറയുന്നത്. അതിനാൽ മിറർ വർക്ക് ഷിഷ എംബ്രോയിഡറി എന്ന പേരിലും അറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി ഫഗോട്ടിംഗ് എന്നാൽ പൂർത്തീകരിച്ച വക്കുകളെ യോജിപ്പിക്കുന്ന അലങ്കാര പ്രക്രിയയാണ്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഫഗോട്ടിംഗ്. അടുത്ത ചോദ്യം: ഡാഷ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് യാൺസ് ഇൻ എ ഫാബ്രിക്? ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി സെൽവെഡ്ജ്, ഓപ്ഷൻ സി ഗ്രെയിൻ ലൈൻ, ഓപ്ഷൻ ഡി ടെക്സ്ചർ. ഇവിടെ തുണിയിലെ നൂലുകളുടെ ദിശയെ പറയുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈസ് എന്നാൽ വസ്ത്രം തയ്ക്കുവാനായി ബോഡി മെഷർമെൻ്റ് എടുക്കുമ്പോൾ മെഷർമെൻറ്റിൻ്റെ കൂടെ അധികമായി എടുക്കുന്ന അളവാണ് ഈസ്. ഇത്തരത്തിൽ കൂടുതൽ അളവെടുത്ത് തയ്ക്കുന്നത് വസ്ത്രം ധരിക്കുന്നയാളുടെ കംഫർട്ടിനും ഈസി ബോഡി മൂവ്മെൻറ്റിനും വേണ്ടിയിട്ടാണ്. ഇത് വസ്ത്രത്തിന് ടൈറ്റ് ആകുന്നത് മൂലമുണ്ടാകുന്ന ചുളിവുകളോ ലൂസ് ആകുന്നത് മൂലമുണ്ടാകുന്ന ആയാസമോ ഇല്ലാതെ യോജിത നൽകുന്ന ഘടകമാണ്. ഓപ്ഷൻ ബി സെൽവെഡ്ജ് എന്നാൽ സെൽഫ് എഡ്ജ് എന്നതാണ്. തുണിയുടെ നീളവശത്തുള്ള ഓരങ്ങൾ, ദി ലെങ്ത് വൈസ് ഫിനിഷ്ഡ് എഡ്ജസ് ആണ് സെൽവെഡ്ജ്. ഇവിടെ അധികം വാർപ്പ് യാൺസ്, പാവുനൂലുകൾ വെച്ച് നെയ്തിരിക്കുന്നു. ഓപ്ഷൻ സി ഗ്രെയിൻ ലൈൻ എന്നാൽ തുണിയിലെ നൂലുകളുടെ ദിശയാണ്. വാർപ്പ് യാൺസ് പാവുനൂലുകളുടെ ഡയറക്ഷനെ സ്ട്രെയിറ്റ് ഗ്രെയിൻ എന്നും വെഫ്റ്റ് യാൺസ് ഊടുനൂലുകളുടെ ഡയറക്ഷനെ ക്രോസ് ഗ്രെയിൻ എന്നും പറയുന്നു. ഇത് തുണി സ്ട്രെയിറ്റ് ഗ്രെയിനിൽ മുറിക്കണോ ക്രോസ് ഗ്രെയിനിൽ മുറിക്കണോ എന്നത് തിരിച്ചറിയാൻ സഹായിക്കുന്നു. വാർപ്പ് യാൺസ് സെൽവെഡ്ജിന് പാരലലായും വെഫ്റ്റ് യാൺസ് സെൽവെഡ്ജിന് പെർപെൻഡിക്കുലറായി, അതായത് 90 ഡിഗ്രിയിലും കാണുന്നു. ഓപ്ഷൻ ഡി ടെക്സ്ചർ എന്നത് തുണിയുടെ പ്രതല ഗുണം, സർഫസ് ക്വാളിറ്റിയാണ്. സ്പർശനം കൊണ്ടോ ദർശനം കൊണ്ടോ, അതായത് തുണി തൊട്ടു നോക്കിയോ കാണുന്നത് വഴിയോ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടെക്സ്ചറിനെ ഫീൽ ഓഫ് ഫാബ്രിക് എന്നും പറയുന്നു. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഗ്രെയിൻ ലൈൻ. അടുത്ത ചോദ്യം: ഷോർട്ട് ലെങ്ത് ഓഫ് ഫൈബേഴ്സ് ആർ കോൾഡ്? ഓപ്ഷൻ എ ബാസ്റ്റ്, ഓപ്ഷൻ ബി ഫിലമെൻറ്റ്, ഓപ്ഷൻ സി സ്റ്റേപ്പിൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ
ഹ്രസ്വനാരുകൾ അതായത് ചെറിയ നാരുകളെ പറയുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാസ്റ്റ് എന്നാൽ ചെടിയുടെ തണ്ടിൽ നിന്ന് ലഭിക്കുന്ന നാരുകളാണ്. നീളത്തെ അനുസൃതമാക്കി നാരുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ഫിലമെന്റ് എന്നത് ദീർഘനാരുകളാണ്, അതായത് ലോങ് ഫൈബേഴ്സ്. ഈ നാരുകളുടെ നീളം 10 മീറ്ററോ അതിൽ കൂടുതലോ ആയിരിക്കും. ഓപ്ഷൻ സി സ്റ്റേപ്പിൾ എന്നത് ഹ്രസ്വനാരുകളാണ്, അതായത് ഷോർട്ട് ഫൈബേഴ്സ്. 0.5 ഇഞ്ചിനും 3 ഇഞ്ചിനും ഇടയിൽ നീളമുള്ള നാരുകളാണിവ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി സ്റ്റേപ്പിൾ ഫൈബേഴ്സ്. അടുത്ത ചോദ്യം, ലിനൻ ഫൈബേഴ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ഫ്ലാക്സ് പ്ലാന്റ്? ഓപ്ഷൻ എ ലീവ്സ്, ഓപ്ഷൻ ബി റൂട്ട്, ഓപ്ഷൻ സി സീഡ്, ഓപ്ഷൻ ഡി സ്റ്റെം. ലിനൻ ഫൈബേഴ്സ് ഫ്ലാക്സ് പ്ലാന്റിന്റെ ഏതു ഭാഗത്തു നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഫ്ലാക്സ് ചെടിയുടെ സ്റ്റെമ്മിൽ നിന്ന്, അതായത് തണ്ടിൽ നിന്നാണ് ലിനൻ ഫൈബേഴ്സ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ തണ്ടിൽ നിന്ന് ലഭിക്കുന്ന നാരുകളെ ബാസ്റ്റ് ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. ലിനൻ, ചണം അതായത് ജൂട്ട് തുടങ്ങിയവ ബാസ്റ്റ് നാരുകളാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി സ്റ്റെം. അടുത്ത ചോദ്യം, ഇൻ മെഷീൻ പ്രിന്റിംഗ് if the printing appears on both sides then it is called dash. Option A roller printing, option B duplex printing, option C discharge printing, option D none of these. മെഷീൻ പ്രിന്റിങ്ങിൽ തുണിയുടെ ഇരുവശവും പ്രിന്റ് ചെയ്യുന്നതിനെ പറയുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റോളർ പ്രിന്റിംഗ് എന്നാൽ ബ്ലോക്ക് പ്രിന്റിങ്ങിനെ അടിസ്ഥാനമാക്കി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിവരുന്ന പ്രിന്റിംഗ് ആണ്. ഇവിടെ ബ്ലോക്കുകളുടെ സ്ഥാനത്ത് ഡിസൈൻ കൊത്തിയ റോളറുകൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ബി ഡ്യൂപ്ലെക്സ് പ്രിന്റിംഗ് എന്നത് തുണിയുടെ ഇരുവശവും ഒരുപോലെ രൂപങ്ങൾ ചിത്രീകരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള തുണികൾ വീവ് ചെയ്ത, അതായത് നെയ്തെടുത്ത തുണികളോട് സാദൃശ്യമുള്ളവയാണ്. ഓപ്ഷൻ സി ഡിസ്ചാർജ് പ്രിന്റിംഗ് എന്നത് കളർ തുണികളിലെ നിറം കളഞ്ഞ് വിവിധ ഡിസൈനുകൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ്. ശുഭ്രീകരണ വസ്തുക്കൾ, അതായത് ബ്ലീച്ചിങ് സബ്സ്റ്റൻസസ് ഉപയോഗിച്ചാണ് നിറം കളയുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഡ്യൂപ്ലെക്സ് പ്രിന്റിംഗ്. അടുത്ത ചോദ്യം, ഡാഷ് ആർ വെഡ്ജ് ഷേപ്ഡ് പീസസ് യൂഷ്വലി സെറ്റ് ഇൻ ടു ദി ബോട്ടം പാർട്ട് ഓഫ് ദ സീം ഓഫ് ദി സ്കേർട്ട്. ഇവിടെ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തെ സീമിൽ വെച്ചുപിടിപ്പിക്കുന്ന ത്രികോണാകൃതിയോട് സദൃശ്യമുള്ള, അതായത് വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് പീസിനെ പറയുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫ്ലെയേഴ്സ്, ഓപ്ഷൻ ബി പ്ലീറ്റ്സ്, ഓപ്ഷൻ സി ഗോഡറ്റ്സ്, ഓപ്ഷൻ ഡി ഗാദറിംഗ്. ഓപ്ഷൻ എ ഫ്ലെയേഴ്സ് എന്നത് ബോട്ടത്തിൻ്റെ ചുറ്റളവിനെ പറയുന്നതാണ്. ഓപ്ഷൻ ബി പ്ലീറ്റ്സ് എന്നാൽ ഞൊറിവുകൾ എന്നതാണ്. വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ചുരുക്കി പിടിക്കുകയും ഒരു ഭാഗം ലൂസായി കിടക്കുകയും ചെയ്യത്തക്കവണ്ണം തയ്ക്കുന്നതിനെ പ്ലീറ്റ്സ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ഗോഡറ്റ്സ് എന്നാൽ ഹിപ്പ് ലൈനിന് താഴെയായി വസ്ത്രങ്ങളിൽ ഭംഗിക്ക് വേണ്ടി വെച്ചുപിടിപ്പിക്കുന്ന ഫാബ്രിക് പീസാണ്. ഇത് സാധാരണയായി ട്രയാങ്കുലർ ഷേപ്പിലാണ് കാണുന്നത്. ഇത് വസ്ത്രങ്ങളുടെ സീംസിലോ സ്ലിറ്റിലോ മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലോ പിടിപ്പിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ഗാദറിങ്സ് എന്നാൽ ചുരുക്കൽ എന്നതാണ്. ഇത് ഫ്രോക്ക്, ഗൗൺ, പെറ്റിക്കോട്ട്, സ്കേർട്ട്സ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. തുണിയുടെ ഊടുവശത്ത് ലെഫ്റ്റ് ഡയറക്ഷനിലാണ് ഗാദറിങ്സ് ചെയ്യുന്നത്. പാവുനൂലുകൾ വാർപ്പ് യാൺസ് ഉറപ്പുള്ളതായതിനാൽ ആ വശത്ത് ചെയ്താൽ ചുരുക്കുകൾ ശരിയായി വരികയില്ല. അതിനാലാണ് ഊടുവശത്ത് ചെയ്യുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഗോഡറ്റ്സ്. അടുത്ത ചോദ്യം, നെയിം ദി ഫൈബർ വിച്ച് ബേൺസ് സ്ലോലി വിത്ത് ദ സ്മെൽ ഓഫ് ബേണിംഗ് ഹെയർ. ഓപ്ഷൻ എ കോട്ടൺ, ഓപ്ഷൻ ബി വൂൾ, ഓപ്ഷൻ സി ലിനൻ, ഓപ്ഷൻ ഡി സിന്തറ്റിക് ഫൈബർ. ഇവിടെ തലമുടി കരിയുന്ന മണത്തോടുകൂടി സാവധാനത്തിൽ കത്തുന്ന ഫൈബർ ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ കോട്ടൺ, ഓപ്ഷൻ സി ലിനൻ. ഇവ കത്തുമ്പോൾ കടലാസ് കരിയുന്ന മണമാണ് വരിക. ഓപ്ഷൻ ബി വൂൾ കത്തുമ്പോൾ അതിന് തലമുടി കരിയുന്ന മണമാണ് ഉണ്ടാവുക. ഓപ്ഷൻ ഡി സിന്തറ്റിക് ഫൈബർ കരിയുമ്പോൾ രാസവസ്തുക്കളുടെ മണമാണ് ഉണ്ടാവുക. ഇവിടെ തലമുടി കരിയുന്ന മണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനാൽ ആൻസർ ഓപ്ഷൻ ബി വൂൾ. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഫേമസ് ഇൻ കസൂത്തി എംബ്രോയിഡറി?
ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി കാശ്മീർ, ഓപ്ഷൻ ഡി കർണാടക. ഇവിടെ കസൂത്തി എംബ്രോയ്ഡറി ഏതു സംസ്ഥാനത്താണ് ഫേമസ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ പഞ്ചാബിലെ ഫേമസ് എംബ്രോയ്ഡറി ഫുൽക്കാരി എംബ്രോയ്ഡറിയാണ്. ജിയോമെട്രിക്കൽ ആകൃതിയിലുള്ള പുഷ്പങ്ങൾ ഫുൽക്കാരി എംബ്രോയ്ഡറിയിൽ കാണാം. ഓപ്ഷൻ ബി ഗുജറാത്ത് എന്നത് കച്ച് കത്തിയവാർ എംബ്രോയ്ഡറിക്ക് ഫേമസ് ആണ്. ഈ എംബ്രോയ്ഡറി കൻബി എംബ്രോയ്ഡറി എന്ന പേരിലും അറിയപ്പെടുന്നു. തുടങ്ങിയ സ്ഥാനത്തു തന്നെ തയ്യൽ അവസാനിപ്പിക്കുന്നു എന്നതാണ് ഈ എംബ്രോയ്ഡറിയുടെ പ്രത്യേകത. ഓപ്ഷൻ സി കാശ്മീരിലെ ജനങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന എംബ്രോയ്ഡറിയാണ് കാശ്മീരി എംബ്രോയ്ഡറി. ഇത് കഷിത എംബ്രോയ്ഡറി എന്ന പേരിലും അറിയപ്പെടുന്നു. തുരഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന മാങ്ങ ഡിസൈനുകളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി കർണാടകയിലെ ജനങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന എംബ്രോയ്ഡറിയാണ് കസൂതി അല്ലെങ്കിൽ ദർവാരി എന്നറിയപ്പെടുന്നത്. ഇത് ഹോൾബിയൻ സ്റ്റിച്ചിൻ്റെ വകഭേദമാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി കർണാടക. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ഫ്രം ദി ഫോളോവിങ്. വ്യത്യസ്തമായത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ പ്രസ്സർ ഫുഡ്, ഓപ്ഷൻ ബി നീഡിൽ ബാർ, ഓപ്ഷൻ സി ടേക്കപ്പ് ലിവർ, ഓപ്ഷൻ ഡി ഫീഡ് ഡോഗ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്നിവ സ്യൂയിങ് മെഷീനിൻ്റെ ഫേസിലുള്ള ഭാഗങ്ങളാണ്. ഓപ്ഷൻ ഡി ഫീഡ് ഡോഗ് അല്ലെങ്കിൽ ടീത്ത് എന്നത് സ്യൂയിങ് മെഷീനിൻ്റെ ബെഡ് പ്ലേറ്റിലെ അല്ലെങ്കിൽ ബേസിൻ്റെ ഭാഗമാണ്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഫീഡ് ഡോഗ്. അടുത്ത ചോദ്യം, ഡാഷ് ലൈൻസ് യൂഷ്വലി ആഡ് സോഫ്റ്റ്നസ്, ഗ്രേസ് ആൻഡ് ഫെമിനിറ്റി. ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ലൈൻ, ഓപ്ഷൻ ബി ഡയഗണൽ ലൈൻ, ഓപ്ഷൻ സി വെർട്ടിക്കൽ ലൈൻ, ഓപ്ഷൻ ഡി കർവ് ലൈൻ. മൃദുത്വം, മനോഹാരിത, സ്ത്രീത്വം ഇവ നൽകുന്ന ലൈൻസ് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ലൈൻ അഥവാ തിരശ്ചീന രേഖകളുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ബോഡി ഫിഗർ നീളം കുറഞ്ഞ് വണ്ണമുള്ളതായി തോന്നിപ്പിക്കുന്നു. ഓപ്ഷൻ ബി ഡയഗണൽ ലൈൻ അഥവാ കർണരേഖകൾ അവയുടെ സ്ലാൻഡിംഗ് അല്ലെങ്കിൽ ചെരിവിനെ അനുസരിച്ച് വസ്ത്രത്തിൻ്റെ നീളത്തിൽ ഏറ്റക്കുറച്ചിൽ തോന്നിപ്പിക്കുന്നു. ഓപ്ഷൻ സി വെർട്ടിക്കൽ ലൈൻസ് അല്ലെങ്കിൽ ലംബരേഖകൾ ഉള്ള വസ്ത്രം ധരിക്കുമ്പോൾ ധരിക്കുന്ന വ്യക്തിക്ക് ഉയരക്കൂടുതലുള്ളതായി തോന്നിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി കർവ് ലൈൻ ശരീരഘടനയെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ഇത് സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്കാണ് കൂടുതലായി യോജിക്കുന്നത്. ഇവ സോഫ്റ്റ്നസ്, ഗ്രേസ് ആൻഡ് ഫെമിനിറ്റി നൽകുന്നു. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി കർവ് ലൈൻ. അടുത്ത ചോദ്യം, ദി എമൗണ്ട് ഓഫ് സപ്രഷൻ ടേക്കൺ ബിറ്റ്വീൻ ദി ഡാർട്ട് ലെഗ്സ് ആർ നോൺ ആസ്. ഓപ്ഷൻ എ ഏപെക്സ്, ഓപ്ഷൻ ബി ഡാർട്ട് ലെഗ്, ഓപ്ഷൻ സി ഡാർട്ട് ഇൻടേക്ക്, ഓപ്ഷൻ ഡി ഡാർട്ട് പോയിന്റ്. ഇവിടെ ഡാർട്ട് ലെഗുകൾക്കിടയിൽ ഒതുക്കിയിരിക്കുന്ന ഭാഗത്തെ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ഏപെക്സ് എന്നത് ഫ്ലാറ്റ് പാറ്റേൺ മേക്കിങ്ങിൽ ബസ് പോയിന്റിനെ പറയുന്നതാണ്. ഓപ്ഷൻ ബി ഡാർട്ട് ലെഗ് എന്നാൽ ഡാർട്ടിന് ഇരുവശത്തും വരുന്ന പാറ്റേണിൽ ഡാർട്ട് എക്സസിനെ നിയന്ത്രിക്കുവാനായി ഡാർട്ട് പോയിന്റിൽ ഒത്തുചേരുന്ന രണ്ട് ലൈനുകളാണ്. ഓപ്ഷൻ സി ഡാർട്ട് ഇൻടേക്ക് എന്നത് രണ്ടു ഡാർട്ട് ലെഗുകൾക്കിടയിൽ ഒതുക്കിയിരിക്കുന്ന ഭാഗമാണ്. വസ്ത്രത്തിനനുസരിച്ച് ആവശ്യമില്ലാത്തിടത്ത് ഒതുക്കിയും ആവശ്യമുള്ളിടത്ത് തുണി ക്രമേണ ഒഴിവാക്കി കൊടുക്കുകയുമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓപ്ഷൻ ഡി ഡാർട്ട് പോയിന്റ് എന്നത് രണ്ട് ഡാർട്ട് ലെഗുകൾ വന്ന് ചേരുന്ന പോയിന്റാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ഡാർട്ട് ഇൻടേക്ക്. അടുത്ത ചോദ്യം, വെൻ ദി ഓപ്പണിംഗ് ഈസ് നോട്ട് ഓവർലാപ്ഡ്. ഓപ്ഷൻ എ സ്ലിറ്റ്, ഓപ്ഷൻ ബി വെന്റ്, ഓപ്ഷൻ സി ഫോക്ക്, ഓപ്ഷൻ ഡി വാർപ്പ്. ഇവിടെ ഓവർലാപ്പ് ചെയ്യാത്ത ഓപ്പണിങ്ങിനെ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ സ്ലിറ്റ് എന്നാൽ അയവിനും ഭംഗിക്കും വേണ്ടി ചെയ്യുന്ന നേരിയ ഓപ്പണിംഗ് ആണ്. ഇത് ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ബി വെന്റ് എന്നത് കോട്ടിൻ്റെ വശങ്ങളിലോ പുറകിലോ നൽകുന്ന ഓവർലാപ്ഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. ഓപ്ഷൻ സി ഫോക്ക് എന്നത് കാലുകളുടെ ജോയിന്റ് ഭാഗത്തിനെ പറയുന്നതാണ്. ഓപ്ഷൻ ഡി വാപ്പ് എന്നത് തുണിയിലെ പാവുനൂലുകളാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ സ്ലിറ്റ്.
അടുത്ത ചോദ്യം, ടേം leg of mutton is related to style of ഓപ്ഷൻ എ കോളർ, ഓപ്ഷൻ ബി ട്രൗസർ, ഓപ്ഷൻ സി സ്ലീവ്, ഓപ്ഷൻ ഡി പോക്കറ്റ്. ഇവിടെ ലെഗ് ഓഫ് മട്ടൺ എന്ന വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ലെഗ് ഓഫ് മട്ടൺ എന്നത് ഒരു സ്ലീവാണ്. ഈ സ്ലീവിന് മുകൾ ഭാഗം ലൂസായും താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ അളവില്ലാതെയും കാണുന്നു. ലെഗ് ഓഫ് ലാംബ്, അതായത് ആട്ടിൻകുട്ടിയുടെ കാലുമായി ഈ സ്ലീവിന് സദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ ലെഗ് ഓഫ് മട്ടൺ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി സ്ലീവ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി നെയിം ഓഫ് കോളർ വിത്ത് വി ഷേപ്പ് ഇൻ ഫ്രണ്ട് ആൻഡ് സ്ക്വയർ ഷേപ്പ് അറ്റ് ബാക്ക്? ഓപ്ഷൻ എ സെയിലർ കോളർ, ഓപ്ഷൻ ബി കേപ്പ് കോളർ, ഓപ്ഷൻ സി ഷോൾ കോളർ, ഓപ്ഷൻ ഡി പീറ്റർ പാൻ കോളർ. ഇവിടെ മുൻവശത്ത് വി ഷേപ്പും പുറകുവശത്ത് സ്ക്വയർ ഷേപ്പുമുള്ള കോളർ ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ സെയിലർ കോളർ എന്നത് മുൻവശത്ത് വി ഷേപ്പും പുറകുവശത്ത് സ്ക്വയർ ഷേപ്പുമുള്ള കോളറാണ്. ഇത് നാവികരുടെ യൂണിഫോമിലും കുട്ടികളുടെ വസ്ത്രങ്ങളിലും തയ്ക്കുന്നു. ഓപ്ഷൻ ബി കേപ്പ് കോളർ എന്നത് കഴുത്തിൽ നിന്ന് തുടങ്ങി ഷോൾഡറും കൈയുടെ മുകൾ ഭാഗവും കവർ ചെയ്യുന്ന കോളറാണ്. ഓപ്ഷൻ സി ഷോൾ കോളർ എന്നത് വസ്ത്രത്തിൻ്റെ ഫ്രണ്ട് പീസിനോട് ചേർന്ന് വരുന്നതും സെപ്പറേറ്റായി അറ്റാച്ച് ചെയ്യാത്തതുമായ കോളറാണ്. ഇത് വസ്ത്രത്തിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ്. പുരുഷന്മാരുടെ വസ്ത്രങ്ങളിൽ ലേപ്പൽസുമായി ചേർത്ത് ചെയ്യുന്നു. കോളറിൻ്റെ മുൻവശം വി ആകൃതിയിൽ വരുന്നു. കുട്ടികളുടെ വസ്ത്രങ്ങളിൽ സ്കാർഫ് ധരിച്ച രീതിയിലും ഈ കോളർ തയ്ക്കാവുന്നതാണ്. ഷോൾ കോളറിനെ ടൈ കോളർ എന്നും പറയുന്നു. ഓപ്ഷൻ ഡി പീറ്റർ പാൻ കോളർ എന്നത് വസ്ത്രത്തിൻ്റെ കഴുത്തിൽ നിന്ന് തോൾവശത്തേക്ക് ചേർന്ന് കിടക്കുന്നതും വൃത്താകൃതിയിലുള്ളതുമായ കോളറാണ്. വസ്ത്രത്തിൻ്റെ പുറകുവശത്താണ് ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ ഈ കോളർ 2 പീസ് കോളറായും, വസ്ത്രത്തിൻ്റെ മുൻവശത്താണ് ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ ഈ കോളർ 1 പീസ് കോളറായും സ്റ്റിച്ച് ചെയ്യുന്നു. ഈ കോളർ കുട്ടികളുടെ ഉടുപ്പിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. ഇവിടെ ആൻസർ ഓപ്ഷൻ എ സെയിലർ കോളർ. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സ്ലീവ് ഈസ് യൂസ്ഡ് ടു ഡെവലപ്പ് വേരിയസ് സ്ലീവ് സ്റ്റൈൽസ്? ഓപ്ഷൻ എ ബിഷപ്പ് സ്ലീവ്, ഓപ്ഷൻ ബി പഫ് സ്ലീവ്, ഓപ്ഷൻ സി റാഗ്ലൺ സ്ലീവ്, ഓപ്ഷൻ ഡി പ്ലെയിൻ ഓർ ബേസിക് സ്ലീവ്. വിവിധ തരം സ്റ്റൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്ലീവ് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ബിഷപ്പ് സ്ലീവ് എന്നാൽ റിസ്റ്റിൻ്റെ ഭാഗത്ത് ഗാദേഴ്സോട് കൂടി അഴവായതും മുകൾ ഭാഗത്ത് സാധാരണ സ്ലീവ് പോലെ വരുന്നതാണ് ബിഷപ്പ് സ്ലീവ്. ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് കഫ് അല്ലെങ്കിൽ ബാൻഡ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. പണ്ടുകാലത്ത് ബിഷപ്പുമാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളിലെ സ്ലീവാണിത്. അതിനാലാണ് ബിഷപ്പ് സ്ലീവ് എന്ന പേര് വന്നത്. ഓപ്ഷൻ ബി പഫ് സ്ലീവ് എന്നാൽ ചുരുക്കുകൾ ഇട്ട് നല്ലതുപോലെ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തയ്ക്കുന്ന സ്ലീവാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളിൽ ഈ സ്ലീവ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി റാഗ്ലൺ സ്ലീവ് കഴുത്തിൽ നിന്ന് തുടങ്ങുന്ന സ്ലീവാണ്. ഇതിന് ഷോൾഡർ കട്ട് ചെയ്യുന്നില്ല. ടീഷർട്ട്, ജേഴ്സി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന സ്ലീവാണിത്. ഓപ്ഷൻ ഡി പ്ലെയിൻ ഓർ ബേസിക് സ്ലീവ് എന്നാൽ വസ്ത്രത്തിൻ്റെ ആം ഹോളിൽ തുന്നിച്ചേർക്കുന്ന സ്ലീവാണ്. ഈ സ്ലീവിൽ നിന്നാണ് മറ്റു സ്ലീവ് സ്റ്റൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി പ്ലെയിൻ ഓർ ബേസിക് സ്ലീവ്. അടുത്ത ചോദ്യം, ഡാഷ് ഷുഡ് ബി ഇൻകൺസ്പിക്യുവസ് ആൻഡ് as flat as possible? ഓപ്ഷൻ എ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ്, ഓപ്ഷൻ ബി മെഷീൻ എംബ്രോയിഡറി, ഓപ്ഷൻ സി ഡെക്കറേറ്റീവ് സീംസ്, ഓപ്ഷൻ ഡി കൺസ്ട്രക്ഷണൽ സീംസ്. ഇവിടെ പുറത്തേക്ക് കാണാത്തതും മാക്സിമം ഫ്ലാറ്റായ, അതായത് പതിഞ്ഞിരിക്കേണ്ടതുമായ സീം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ഇവ മൂന്നും ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതാണ്. അതിനാൽ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി കൺസ്ട്രക്ഷണൽ സീം എന്നത് കൂടുതലായും 2 അതിലധികമോ തുണികളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇത് വസ്ത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സീമാണ്, ഡെക്കറേഷന് വേണ്ടിയുള്ളതല്ല. സൈഡ് സീം, അണ്ടർ ആം സീം, വേസ്റ്റ് ലൈൻ സീം തുടങ്ങിയവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്.
ഇത് പുറത്തേക്ക് കാണാത്തതും മാക്സിമം പതിഞ്ഞിരിക്കേണ്ടതുമായ സീമുകളാണ്. അതിനാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി കൺസ്ട്രക്ഷണൽ സീംസ്. അടുത്ത ചോദ്യം, നെയിം ദി പെർമനന്റ് ഹാൻഡ് സ്റ്റിച്ച് വിച്ച് ക്യാൻ ഓൾസോ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ മെഷീൻ സ്റ്റിച്ചിങ്. ഓപ്ഷൻ എ റണ്ണിംഗ് സ്റ്റിച്ച്, ഓപ്ഷൻ ബി ബാക്ക് സ്റ്റിച്ച്, ഓപ്ഷൻ സി ഹെമ്മിങ് സ്റ്റിച്ച്, ഓപ്ഷൻ ഡി സ്ലിപ്പ് സ്റ്റിച്ച്. ഇവിടെ മെഷീൻ സ്റ്റിച്ചിങ്ങിന് പകരമായി ചെയ്യുന്ന പെർമനന്റ് ഹാൻഡ് സ്റ്റിച്ച് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ റണ്ണിംഗ് സ്റ്റിച്ച് എന്നത് എംബ്രോയ്ഡറി തയ്യലുകളുടെ അടിസ്ഥാന തയ്യലായും ഔട്ട്ലൈൻ സ്റ്റിച്ചായും ഡിസൈൻ അടച്ചു തയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇന്ത്യൻ കാന്ത വർക്ക് അല്ലെങ്കിൽ ചിക്കൻകാരി വർക്ക് ചെയ്യുന്നതിനും ഗാദറിംഗ്, ഷിറിംഗ്, മെൻഡിംഗ് എന്നിവ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ബി ബാക്ക് സ്റ്റിച്ച് എന്നത് എംബ്രോയ്ഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള തയ്യലാണ്. രണ്ട് തുണികളെ ബലമായി ഉറപ്പിക്കുന്നതിനും ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ തയ്ക്കുന്നതിനും ഈ തയ്യൽ ഉപയോഗിക്കുന്നു. മെഷീൻ സ്റ്റിച്ചിങ്ങിന് പകരമായി ഉപയോഗിക്കുന്ന തയ്യലാണിത്. ഓപ്ഷൻ സി ഹെമ്മിങ് സ്റ്റിച്ച് എന്നത് തുണികളുടെ അരികുവശം മടക്കി തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന തയ്യലാണ്. തയ്യലിൽ പകുതി നല്ല വശത്തും പകുതി ചീത്തവശത്തുമായിരിക്കും. ഓപ്ഷൻ ഡി സ്ലിപ്പ് സ്റ്റിച്ച് എന്നത് ഹെമ്മിങ്ങിലെ ഒരു വേരിയേഷനാണ്. ഇത് മടക്കിയ രണ്ട് അരികുകളെയോ മടക്കിയ ഒരു അരികിനെ മറ്റൊരു തുണിയുമായോ ജോയിൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. പാച്ച് പോക്കറ്റ്, ജാക്കറ്റ് ലൈനിങ് എന്നിവ അറ്റാച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ബാക്ക് സ്റ്റിച്ച്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ എ ഹെമ്മർ ഫുട്ട്, ഓപ്ഷൻ ബി ടക്കർ, ഓപ്ഷൻ സി സിപ്പർ ഫുട്ട്, ഓപ്ഷൻ ഡി പ്രസ്സർ ഫുട്ട്. ഇവിടെ വ്യത്യസ്തമായത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ഹെമ്മർ ഫുട്ട് എന്നത് വസ്ത്രത്തിൻ്റെ അരികുകൾ മടക്കി ഹെം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ബി ടക്കർ വസ്ത്രത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരേ അളവിലുള്ള ടക്കുകൾ ഉണ്ടാക്കാനായി സഹായിക്കുന്നു. വസ്ത്രത്തിൻ്റെ ഇറക്കം, വണ്ണം എന്നിവ കുറയ്ക്കുന്നതിനും അലങ്കാരത്തിനുമാണ് ടക്കുകൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി സിപ്പർ ഫുട്ട് സിപ്പ് അറ്റാച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇതിനെ കോഡ് അല്ലെങ്കിൽ ചരട് വെച്ച് തയ്ക്കുന്നതിനുള്ള കോഡിംഗ് ഫൂട്ടായും ഉപയോഗിക്കാം. ഈ മൂന്ന് ഫൂട്ടുകളും സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ചില പ്രത്യേക ജോലികൾക്കായി സ്യൂയിങ് മെഷീനിൽ കൂട്ടിച്ചേർക്കുന്ന ഭാഗങ്ങളാണ് അറ്റാച്ച്മെൻറ്റ്സ്. ഓപ്ഷൻ ഡി പ്രസ്സർ ഫുട്ട് എന്നത് സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് അല്ല. ഇത് സ്യൂയിങ് മെഷീനിൻ്റെ ഫേസിലുള്ള ഭാഗമാണ്. അതിനാൽ ഇവിടെ വ്യത്യസ്തമായത് ഓപ്ഷൻ ഡി പ്രസ്സർ ഫുട്ട്. അടുത്ത ചോദ്യം, വിച്ച് ടൂൾസ് എലിമിനേറ്റ്സ് ദി റിസ്ക് ഓഫ് പിൻസ് സ്കാറ്ററിംഗ് ഓൺ ദി ടേബിൾ ഓർ ഫ്ലോർ. ഓപ്ഷൻ എ തിമ്പിൾ, ഓപ്ഷൻ ബി ബോഡ്കിൻ, ഓപ്ഷൻ സി പിൻ കുഷ്യൻ, ഓപ്ഷൻ ഡി നീഡിൽ ത്രെഡർ. ഇവിടെ പിന്നുകൾ താഴെ ചിതറി വീഴുന്നത് ഒഴിവാക്കുന്നതിനുള്ള ടൂൾ ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ തിമ്പിൾ വലതു കൈയുടെ നടുവിരലിൽ സൂചിയുടെ മുന കൊള്ളാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇരുമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതിന് പുറത്തുള്ള ചെറിയ കുഴികൾ സൂചി തള്ളി നീക്കുന്നതിന് സഹായിക്കുന്നു. ഓപ്ഷൻ ബി ബോഡ്കിൻ എന്നത് അറ്റം മുനയില്ലാത്ത ഉരുട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു തരം സൂചിയാണ്. ടേപ്പ്, റിബൺ മുതലായവ കോർക്കുന്നതിന് ഒരു നീളമുള്ള ദ്വാരവും പട്ടുനൂൽ, ചരട് എന്നിവ കോർക്കുന്നതിനുള്ള ചെറിയ ദ്വാരവും ഇതിലുണ്ടായിരിക്കും. എളുപ്പത്തിൽ മടക്കിനിടയിൽ കൂടി ഈ സൂചി കടത്തിവിടാവുന്നതാണ്. ഓപ്ഷൻ സി പിൻകുഷ്യൻ എന്നത് പിന്നുകൾ താഴെ ചിതറി വീഴുന്നത് ഒഴിവാക്കുന്നതിനുള്ള ടൂളാണ്. ചില പിൻകുഷ്യനുകൾ ഉപയോഗിച്ച് പിന്നിനെ ഷാർപ്പൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും സാധിക്കുന്നു. ചില പിൻകുഷ്യനുകളിൽ മാഗ്നറ്റ് ഉള്ളതിനാൽ എളുപ്പത്തിൽ പിന്നിനെ പിടിച്ചു വയ്ക്കാൻ സാധിക്കുന്നു. ചില പിൻകുഷ്യനുകൾ റിസ്റ്റ് ബാൻഡ് മോഡലിൽ ഉള്ളവയാണ്. ഇത് കയ്യിൽ കെട്ടി എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി നീഡിൽ ത്രെഡർ എന്നത് മെഷീൻ സൂചിയുടെ ഐഹോളിൽ കൂടി എളുപ്പത്തിൽ നൂൽ കടത്തുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി പിൻകുഷ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. തുടർന്നും ക്ലാസുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.